നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. CK ചന്ദ്രബോസ് വെറും വാക്ക് പറയില്ലെന്ന് നിനക്കറിയാലോ. ഹൈടെക് സിറ്റി പ്രോജക്റ്റ് ഞാൻ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ ഏറ്റെടുത്തിരിക്കും. ആ പ്രോജക്റ്റിന്റെ ടെൻഡർ കൊടുക്കാൻ പോലും ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉണ്ടാവില്ല. ആ ഒരു ഉറപ്പ് ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് തന്നേക്കാം. ഞാൻ വെറുതെ പറയുന്നതല്ല നമ്പ്യാരെ. ഇപ്പൊ തന്നെ ഗൗതം ജയിലിലാണെന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ആ അനിയൻ ചക്കന്റെ പേരിലും എന്തോ നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനുമായിട്ടൊരു കോമ്പറ്റീഷൻ ഈശ്വരമംഗലം ഗ്രൂപ്പ് ഉണ്ടാവില്ല. നമ്പ്യാരെ, ഞാൻ പിന്നെ വിളിക്കാവേ. എത്ര നേരമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണെന്നറിയോ? പ്രണവേ, നിനക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല. ഗൗതം നിന്നെ തല്ലുവോ മറ്റോ ചെയ്തോ? ആ വീഡിയോ കണ്ടപ്പോ ശരിക്കും ഞാൻ പേടിച്ചു പോയി. ഏതായാലും രക്ഷപ്പെട്ടല്ലോ, അത് മതി. അങ്ങളെ, കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നെന്നറിയോ? ആന്റി, പ്രണവിനെ പിടിച്ചോണ്ട് പോയി ഒരു മുറിയിൽ പൂട്ടിയിട്ടേക്കായിരുന്നു. പ്രണവ് കെട്ടിത്തൂങ്ങി ചാമം പോയ സമയത്താ ഞാൻ ചെന്ന് കയറിയത്. അപ്പൊ ഞാൻ അവിടെ എത്തിയതുകൊണ്ട് പ്രണവിനെ എനിക്ക് ജീവനോടെ കിട്ടി. പ്രണവേ, എന്താണ് ഇത്? ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? പിന്നെ ഞാൻ എന്ത് വേണോ അങ്ങളെ? ആ ടെൻഷനിൽ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിപ്പോയി. ഒന്നുമില്ലെങ്കിലും കുറെ നാൾ അയാളെ ഞാൻ ചേട്ടാന്ന് വിളിച്ചല്ലേ. ആ ആള് തന്നെ ഗുണ്ടകളെ കൊണ്ടെന്നെ തല്ലിക്കുകയും പിടിച്ചോണ്ട് പോവുകയും കൊണ്ടുവന്ന് പൂട്ടിയിടുകയൊക്കെ ചെയ്തപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. പണത്തിന് സ്വത്തിനൊക്കെ വേണ്ടി മനുഷ്യനെ ഇത്രയൊക്കെ അധപതിക്കോ? അല്ല പ്രണവേ, ക്ലയന്റ് മീറ്റിംഗിന് വേണ്ടിയിട്ടല്ലേ നീ ആ റെസ്റ്റോറന്റിലേക്ക് പോയത്? എന്നിട്ട് എന്താ പറ്റിയത്? നീ എങ്ങനെയാ ഗൗതമിന്റെ കയ്യിൽ ചെന്ന് പെട്ടത്? എല്ലാം കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു അങ്ങളെ. ഗൗതം അയച്ച ആൾക്കാരാ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതും എന്നെ പിടിച്ചോണ്ട് പൂട്ടിയിട്ടതും. എന്നിട്ട് വലിയ രക്ഷകന്റെ വേഷം കെട്ടിയിട്ട് അയാൾ വന്ന് എന്നെ ബലമായിട്ട് പിടിച്ചോണ്ടുപോയി. മുറിയിൽ പൂട്ടിയിട്ട് സ്വത്തുക്കൾ എഴുതി വാങ്ങിക്കാനുള്ള പരിപാടിയായിരുന്നു. അങ്ങളെ, കൃത്യസമയത്ത് ആ വീഡിയോ അയച്ചു തന്നതുകൊണ്ട് മാത്രം എനിക്ക് പോയി പ്രണവിനെ രക്ഷിക്കാൻ പറ്റിയത്. താങ്ക് യു അങ്കിൾ. പ്രണവ് എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? അതൊന്നും സാരമില്ല. എന്തായാലും ഗൗതമിനെ പോലീസ് കൊണ്ടുപോയി കാണുമല്ലോ. ഇനി അവൻ പുറത്തിറങ്ങാതെ CK നോക്കിക്കോളൂ. ആ, അതിനുള്ള കാര്യങ്ങളൊക്കെ കമ്മീഷണർ വിളിച്ച് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിലേ, പോലീസ് ഗൗതമിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് ശിവാനി ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കിയതാ, പക്ഷെ നടന്നില്ല. ഓട്ടെ. പോട്ടേന്ന് എത്ര നിസ്സാരമായിട്ടാ നിങ്ങൾ ഈ പറയുന്നേ? ഏത് വിധേനയും അവനെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. അറസ്റ്റ് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു പോറല് പോലും ഏൽക്കാതെ എനിക്കൊരു പ്രണവിനെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റിയല്ലോ, അത് മതി. അപ്പോ രണ്ടുപേരും ചേർന്ന് എല്ലാം കൊണ്ട് നശിപ്പിച്ചിട്ട് വന്ന് നിൽക്കുക അല്ലേ? ഗൗതമിനെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ എല്ലാ പ്ലാനും നിങ്ങൾ തുലച്ചില്ലേ? എന്തോ അങ്ങളെ, ഗൗതമിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ഉണ്ടാക്കിയെന്നോ? അങ്കിൾ എന്തൊക്കെയാ പറയുന്നത്? അങ്കിളുടെ ദേഷ്യം കണ്ടിട്ട് എനിക്കെന്തോ സംശയങ്ങളൊക്കെ തോന്നുന്നു. പിന്നെ ദേഷ്യം വരില്ലേ? നിങ്ങൾക്ക് വേണ്ടി CK എന്തുമാത്രം പാടുപെട്ടെന്നോ? എന്നിട്ട് നിന്നെ ഉപദ്രവിച്ചവനെ വെറുതെ വിട്ടു എന്ന് പറയുമ്പോ CK ദേഷ്യം വരാതിരിക്കുവോ പ്രണവേ? എനിക്കുണ്ട് ദേഷ്യവും സങ്കടമൊക്കെ. ഈ വീഡിയോ എങ്ങനെ എന്റെ കയ്യിൽ വന്നു എന്ന് നിധി ചോദിക്കുന്നിടത്ത് നിന്നാ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. എന്ത് കുഴപ്പം? ഇവനെ തട്ടിക്കൊണ്ടു പോകുന്ന വീഡിയോ ഞാനാണ് അയച്ചു തന്നതെന്ന് നീ പോലീസുകാരോട് പറഞ്ഞോ? അല്ല, അവര് തിരിച്ചും മറിച്ചും ഓരോന്നൊക്കെ ചോദിച്ചപ്പോ എനിക്കിത് പറയേണ്ടി വന്നു. അല്ല, അത് കുഴപ്പമില്ലെങ്കിലേ, ആ കമ്മീഷണർ അങ്കിളിന്റെ ഫ്രണ്ട് അല്ലേ, ഒന്ന് വിളിച്ചു പറയേ. ഞങ്ങള് കമ്മീഷണറെ കണ്ടൊരു പരാതി കൊടുക്കാം. നമുക്ക് കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോവാം. എന്നെ ഗൗതം പിടിച്ചുകൊണ്ട് പോകുന്നത് വീഡിയോ എടുത്ത ആളെ അങ്കിളിന് അറിയാവുന്നതല്ലേ?
അയാളെയും കൂടെ സാക്ഷിയാക്കാം. അപ്പൊ കേസ് ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആവുമല്ലോ. പ്രണവേ, ഇനി നമുക്ക് സമയം കളയണ്ട. ഇപ്പൊ തന്നെ നമുക്ക് കമ്മീഷൻ ഓഫീസിലേക്ക് പോവാം. ഏയ് ഇനി ഒന്നും വേണ്ട. അതെന്താ വേണ്ടെന്ന് പറഞ്ഞു?